എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ അടുത്ത ആഴ്ചയിലെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോയിൽ കാണിക്കുന്ന രേവതി സച്ചിയുടെ നന്മ തിരിച്ചറിയുവാണ്. ഇത്രയും കാലം താൻ സംശയിച്ച വെറുതെയായിരുന്നു. എത്ര വലിയ മനസ്സിന്റെ ഉടമയാണ് സച്ചി എന്ന് ആ സത്യം തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ സുധിയുടെ വിവാഹാലോചന മുടങ്ങുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടത് സച്ചിയോട് മാലയെക്കുറിച്ച് ചോദിച്ച് രേവതി കുറെ അധികം ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ മാല കൊളുത്തു മാറാൻ കൊടുത്തേക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ടേ തരാന്ന്. പക്ഷെ അതൊന്നും രേവതി കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അതിന്റെ പേര് രണ്ടുപേരും തമ്മിൽ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് സുധിക്ക് ഒരു കല്യാണാലോചന വരുന്നുണ്ട്. കല്യാണാലോചന കൊണ്ടിരുന്നോ ഭാമയാണ് കല്യാണാലോചന കൊണ്ടിരുന്നത്. വലിയ മുതലാളിയുടെയാണ് ആലോചന, മുതലാളിയുടെ മകളാണ്. അപ്പൊ അതിന്റെ ആലോചനയാണ്. അപ്പൊ ഈ ആലോചന തന്നെ നടന്നു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ പേര് കുറെ അഹങ്കരിക്കുകയും ചെയ്തു. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് നല്ലൊരു വിവാഹാലോചന വരുന്ന, അപ്പൊ അത് നടത്തണം, അങ്ങനെ ഒരു ചിന്തയാണ് ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് ചന്ദ്രമതി ഇതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. അപ്പൊ 3 മണിയൊക്കെ ആകുമ്പത്തേനും അവര് വരുമെന്നാ പറഞ്ഞിരുന്നേ. പക്ഷേങ്കില് ആ കൃത്യസമയമായിട്ടും അവര് വന്നില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണെങ്കിലോ ചന്ദ്രമതി കുറെ സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള ബേക്കറി ഐറ്റംസും അതോടൊപ്പം തന്നെ അല്ലാതെ പലഹാരങ്ങളൊക്കെ ഉണ്ട്, ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നീട് വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടോ അത് കുറെ പണം മുടക്കി അതിനുള്ള സാധനങ്ങൾ അത് വേറെ വാങ്ങിച്ചു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം രവീന്ദ്രന് നല്ല ദേഷ്യ സങ്കടം വന്നു. കാരണം ഒരു കല്യാണം ആലോചന വന്നപ്പോ തന്നെ ഇത്രയാണെങ്കിൽ കല്യാണം നടക്കുന്ന സമയത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് സച്ചി അറിയുവാണ്, ശ്രുതിക്ക് വിവാഹാലോചന വന്നെന്നുള്ളത്. സച്ചി അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സച്ചി പറഞ്ഞു, എന്റെ പണം ആദ്യം തന്നിട്ട് അവൻ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, നിന്റെ പണം അത് അവന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിനക്ക് തന്നോളും, അതിന്റെ പേര് നീ ഇനി വഴക്കുണ്ടാക്കണമെന്ന് പറയാം. ശ്രുതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമല്ല ശ്രുതിക്ക്. ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ ഇനി ഇപ്പൊ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ആരെ എന്താന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മതി. ഇടപെടുന്നൊരു കല്യാണം വേണ്ടെന്നായിരുന്നു. പക്ഷെ ചന്ദ്രമതി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്തണമെന്നായിരുന്നു മനസ്സിലാഗ്രഹം. അത്ര നല്ലൊരു ബന്ധമുള്ള വന്നേക്കുന്നത്. കോടീശ്വരന്റെ മോളാണ്. അപ്പൊ അവൾ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കഷ്ടകാലമൊക്കെ മാറുമെന്ന് ചന്ദ്രമതി വിശ്വസിച്ചിരുന്നേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് രേവതി എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ്. അങ്ങനെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് നോക്കിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഈ സമയത്ത് അവിടുത്തെ ഡ്രൈവർ വരുന്നേ. ഡ്രൈവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ സത്യങ്ങളൊക്കെ ഡ്രൈവർ പറയാണ്. ഈ വിവാഹാലോചന നടക്കില്ല എന്ന് പറയാം. ചന്ദ്രമതി അതെന്താ അങ്ങനെ പറഞ്ഞത്? അവര് സത്യങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാ മൂടി വെച്ചത്? കതിർമണ്ഡപത്തിൽ നിന്ന് പയ്യൻ ഒളിച്ചോടി പോയതല്ലേ? അങ്ങനെ ഒരു പയ്യനെ അവർക്ക് വേണ്ടെന്നാ പറഞ്ഞേ. ഇനിയിപ്പം നാളെ ഒരു പക്ഷേ അവരുടെ മോളുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകൊച്ചിനെ ഇട്ടിട്ട് ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇനിയിപ്പോ ഈ വിവാഹം വേണ്ടെന്ന് അവര് പറഞ്ഞേ. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി നിൽക്കുമായിരുന്നു. ചന്ദ്രമതിക്ക് ഒത്തിരി പ്രതീക്ഷകളായിരുന്നല്ലോ. നിലത്തെങ്ങും അല്ലായിരുന്നു ചന്ദ്രമതി നിന്നേ. അവര് കല്യാണം നടക്കും, വലിയ വീട്ടിൽ നിന്ന് കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും ഇവിടെ കാണത്തില്ല, ഞങ്ങള് വലിയ ആളായി, അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. എല്ലാം ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോവാണ്. പിന്നീട് കാണിക്കുന്ന മാലയുടെ കേസ് പറഞ്ഞ് വീണ്ടും സച്ചിയോട് രേവതി വഴക്കുണ്ടാക്കുന്നുണ്ട്. രേവതിക്കാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ അമ്മ അത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങിച്ചു കൊടുത്ത മാല അത് എവിടെയോ കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസയ്ക്ക് കുടിച്ചു. അങ്ങനെ ഒരു ചിന്ത രേവതിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് രേവതിയാണെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് ഈ ഗോൾഡൊക്കെ പണയം വെക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ആ പുള്ളിക്കാരനെ കാണണം. അപ്പൊ അയാൾ പറഞ്ഞു, സച്ചി അവിടെ കൊണ്ട് ഒരു മാല പണയം വെച്ചിട്ടുണ്ടെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് സഹിച്ചില്ല. അതിന്റെ പേരിൽ വൈകുന്നേരം വീട്ടിൽ വലിയ വഴക്കൊക്കെ ഉണ്ടാവുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തന്റെ മോന്റെ ജീവിതം താർത്ത ഇങ്ങനെ തന്നെ വേണം. ഒരു കാലത്ത് ഇവർ രണ്ടുപേരും ഗതി പിടിക്കരുത്. സ്വന്തം മാനാന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു. അറിഞ്ഞു പ്രാകുവാണ് ചന്ദ്രമതി. ഇങ്ങനെ തന്നെ വഴക്കുണ്ടാക്കി ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അതാണ് തനിക്ക് ആവശ്യം. തന്റെ മോന്റെ കല്യാണം പോലും നടന്നിട്ടില്ല, എന്നിട്ട് അവൻ വലിയ ആളും കളിച്ചോണ്ട് അവളുടെ ഒപ്പം ജീവിക്കുന്നു. അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷെ രേവതിക്ക് സച്ചിക്കുമല്ല സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തുള്ളൂ. കല്യാണം കഴിഞ്ഞെങ്കിലും ഇന്ന് വരെ അവർ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവർ നോക്കിക്കഴിയുമ്പോഴത്തേന് അവരെന്നെ ഭാര്യ ഭർത്താക്കന്മാരും. പിന്നീട് രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നുണ്ട് രേവതിനെ, പോട്ടമോളെ ഇനി അതിനെക്കുറിച്ച് ഇത് വിഷമിക്കേണ്ട, പോയത് പോയി, അവൻ എപ്പോഴെങ്കിലും എടുത്തു തന്നോളും എന്നൊക്കെ പറയാണ്. പക്ഷെ രവീന്ദ്രനും അറിയില്ലായിരുന്നു സച്ചി ഇങ്ങനെ കൊണ്ടേ പണയം വെച്ചിട്ട് കുടിക്കും എന്നൊക്കെയുള്ള. രവീന്ദ്രനും അത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി പുറത്തു പോകുന്ന സമയത്താണ് രവീന്ദ്രന്റെ കൂട്ടുകാരനായ
അശോകനെ കാണുന്നത്. അശോകനെ കണ്ടു കഴിഞ്ഞപ്പോൾ അശോകൻ ആ സത്യങ്ങളൊക്കെ പറയുവാണ് രേവതിയോട്. ഇപ്പോഴെന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സച്ചിക്കാണ്. സച്ചി കാരണം എന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നത്. സച്ചി ഇല്ലായിരുന്നെങ്കിൽ എമ്പണ്ടേ അവള് മരിച്ചു പോയെന്നൊക്കെ പറയാം. പിന്നീട് രേവതി അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. സച്ചിയാണ് ആ കൃത്യസമയത്ത് എനിക്ക് പണം കൊണ്ട് തന്നെ. പണം കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ മുട്ടാത്ത വാതിലുകളൊന്നും ഇല്ലായിരുന്നു. അവസാന നിമിഷത്തിലാണ് സച്ചി എത്തിയെന്ന് പറയാണ്. രേവതിക്ക് തന്റെ തെറ്റ് മനസ്സിലായി. രേവതിക്ക് മനസ്സിലായി ഒരുപക്ഷെ ആ മാല പണയം വെച്ചിട്ടായിരിക്കും സച്ചി കൊണ്ടേ പണം കൊടുത്തത്. താൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ, പാവം. അതൊക്കെ ഓർത്ത് വിഷമിച്ച രേവതി വീട്ടിലേക്ക് വരുന്നേ. ഈ സമയത്ത് തന്നെ രവീന്ദ്രനെ അശോകൻ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ മുഖം വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോ തന്നെ അശോകൻ ചോദിച്ചു, എന്ത് പറ്റി രവീന്ദ്ര, നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്ത് പറയാനാ, സച്ചിൻ രേവതി തമ്മിൽ എപ്പോ നോക്കിയാലും വീട്ടിൽ വഴക്കാ. രേവതിയുടെ വീട്ടിൽ നിന്ന് ഒരു മാല വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ആ മാലയുടെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതെന്ന് പറയുക. അങ്ങനെ സച്ചിയെ കുറിച്ചുള്ള ഈ കുറ്റങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അശോകൻ പറഞ്ഞു, അവനെ കുറിച്ച് നീ കുറ്റങ്ങളൊന്നും പറയണ്ട, അവൻ നല്ലവനാന്ന് പറയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്കറിയാം അവൻ നല്ലവനാ. അശോകന്റെ മനസ്സിൽ ചിന്ത ഉണ്ടാകുന്നുണ്ട്, ഇനിയിപ്പോ ആ മാല പണയം വെച്ചിട്ടാണോ തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള പൈസ കൊണ്ടേ തന്നെ. പക്ഷെ അശോകൻ അത് പറയുന്നില്ല, നല്ലവനാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് രേവതി വീട്ടിലേക്ക് വന്നിട്ട് സച്ചിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കൂ കേട്ടോ. അശോകന്റെ പൈസ കൊടുക്കാനാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്താ സമ്മതിക്കില്ലാന്ന് തോന്നിയ, അതുകൊണ്ടാണ് എന്നോട് മറച്ചു വെച്ചത്. സച്ചി പറഞ്ഞു, എനിക്ക് പറയാൻ തോന്നിയില്ല. പറയണമെന്ന് ആദ്യം ഓർത്തു, പിന്നീട് എനിക്ക് പറയാൻ തോന്നിയില്ല, അതാ നിന്നോട് പറയാതിരുന്നേന്ന് പറയാം. സാരമില്ല, എന്റെ മനസ്സിലെ അപ്പുറത്തെ ടെൻഷൻ കൊണ്ട് പറഞ്ഞ. എന്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ട ഉണ്ടാക്കി തന്നത് അറിയാവോ, അതിന്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതെന്ന് പറയാം. പിന്നീട് സച്ചി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയാണ്. പിന്നീട് രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയെക്കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ രവീന്ദ്രനോട് പോയി പറയുകയാണ്. രവീന്ദ്രൻ വല്ലാത്ത സങ്കടമായിപ്പോയി. രവീന്ദ്രൻ ഒത്തിരി അധികം ചീത്ത പറഞ്ഞായിരുന്നു സച്ചിനെ. നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നൊക്കെ. രവീന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം നീ നല്ലവനാന്ന്. പിന്നീട് രേവതിയോരും പറയുന്നുണ്ട്, അവൻ നല്ലവനാ മോളെ, നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, നിന്നെ പൊന്നു പോലെ നോക്കിക്കോളൂ, നീ കുറച്ച് കാത്തിരുന്നാ മതി. അവന്റെ മനസ്സ് ഞാൻ അറിഞ്ഞിടത്തോളം മറ്റാരും അറിഞ്ഞിട്ടില്ലെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.